ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞൂസ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ഇവിടെ ഒരു ചെറുപയർ കറി തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 2 പിടി എൻ്റെ കൈ കൊണ്ട് രണ്ട് പിടി ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിതൊന്ന് നല്ല പോലെ ഒന്ന് അരിച്ച് കഴുകി എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ കഴുകി അരിച്ചെടുത്തതാണ്. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും പാകത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഞാനൊരു 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. ഒഴിച്ചിട്ട് ഞാനതൊന്ന് മൂടി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 2 വിസിൽ അടിച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ പിന്നെ എയർ കംപ്ലീറ്റ് പോകുന്നത് വരെ ഞാനത് അവിടെ ഇടും. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ വെന്തോ നോക്കണത്. അപ്പോൾ നമുക്ക് സ്കൂളിലേക്കൊക്കെ പണ്ട് കാലത്ത് ചെറുപയർ കറി നല്ല ടേസ്റ്റായിരുന്നു അല്ലേ. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയൊക്കെ പണ്ട് സ്കൂളിൽ ചെറുപയർ കറി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ 2-3 തരം കറിയൊക്കെ ഉണ്ട്. അതിപ്പോൾ ചെറുപയർ തന്നെയാണെന്നൊന്നുമില്ല, വേറെ സാമ്പാറും കടലക്കറി അങ്ങനെയൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ചെറുപയർ ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 വിസിലടിച്ചിട്ട് ഞാൻ എയർ കളയാതെ അവിടെ ഇടും. എയറൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി കാച്ചുന്നതിനുള്ള തയ്യാറെടുപ്പ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഉപ്പൊന്ന് കുറവുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അതിന് ശേഷം ഞാൻ കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഒന്ന് നന്നാക്കി ക്ലീനാക്കിയിട്ട് കഴുകിയിട്ട് എടുത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 10ഓളം ചുവന്നുള്ളിയും പിന്നെ ഒരു 6 വെളുത്തുള്ളിയുടെ അല്ലിയും കൂടിയിട്ട് പിന്നെ ഒരു 7-8 ഉണക്കമുളകില്ലേ, നമ്മുടെ വറ്റൽമുളക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വറ്റൽമുളകിൻ്റെ ആ തൊപ്പിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഞാനതൊന്ന് ക്രഷ് ചെയ്ത് എടുത്ത് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ നമ്മുടെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാനൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഒരു 5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഞാൻ ചതച്ച് കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഞാൻ ഒരുമിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തു. നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ ഇട്ട് കൊടുക്കണത്. അപ്പോൾ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ വറ്റൽമുളക് ചതച്ചത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 6-7ഓളം വറ്റൽമുളകാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 3 ടീസ്പൂണോളം നമുക്ക് ഇതിൻ്റെ ക്രഷ് ചെയ്ത പൊടി ഉണ്ടാവും. നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഈ മൂപ്പിച്ചെടുക്കുന്ന സമയം നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ മൂപ്പിച്ചെടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് ഇതിൽ പാകത്തിനുള്ള ഉപ്പും പുളിയും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വെച്ചെങ്കിൽ നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി ചമ്മന്തിയും കൂടി നമുക്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ഉള്ളി മുളകൊക്കെ മൂപ്പിച്ചിട്ട് ഞാൻ ചമ്മന്തി അതുപോലെ തയ്യാറാക്കാറുണ്ട്. കറികൾക്കൊക്കെ ഇങ്ങനെ ഉള്ളി മൂപ്പിക്കുമ്പോൾ കുറച്ചെടുത്ത് വെച്ചിട്ട് ചമ്മന്തി ഇങ്ങനെ അരയ്ക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്, നല്ല ടേസ്റ്റുള്ളതാണ്. ഇപ്പം ഞാൻ എടുത്ത് വെച്ചിട്ടില്ല, ഞാൻ ചെയ്യാറുള്ള കാരണം പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ ചെറുപയർ കറി ഇവിടെ നന്നായിട്ട് സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. പണ്ടൊക്കെ സ്കൂളുകളിൽ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് പുതിയ സ്കൂളിലൊക്കെ കഞ്ഞിയുടെ ഒപ്പം ചെറുപയർ കറിയാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഭക്ഷണം നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയാലും ഈ കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ മേടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാറുണ്ട്. അത്രയ്ക്കൊരു ടേസ്റ്റാണ് നമുക്ക് തോന്നുന്നത്. നമ്മുടെ സ്കൂളിലത്തെ ടീച്ചേഴ്സ് അടക്കം ഈ കറി മേടിക്കാൻ വേണ്ടിയിട്ട് അന്ന് ആ കാലത്ത് പാത്രം കൊണ്ടുവന്നിട്ട് മേടിച്ച് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ദോശയ്ക്കും പുട്ടിൻ്റെയൊക്കെ കൂടെ ചപ്പാത്തിക്ക് കറിയായിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ളതാണ്. അപ്പോൾ അന്നെന്ന് പറഞ്ഞിട്ട് വെച്ചെങ്കിൽ ചിലപ്പോൾ സ്കൂളുകളിൽ ഇങ്ങനെ മുളക് കാച്ചൊന്നുമില്ല, വെറുതെ ഉപ്പിട്ട് വേവിച്ചാലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. പുട്ടിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. പുട്ടും ചെറുപയർ കറിയും പപ്പടമൊക്കെ ഉണ്ടെച്ചെങ്കിൽ ഒന്ന് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.